ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രിൻസ്. ഇന്നിവിടെ നമ്മൾ ഒരു റൈറ്റ് ടേൺ, ഫ്രീ റൈറ്റ് ടേൺ എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. നമ്മളിവിടെ ഈ റോഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, മുന്നിൽ ഒരു സിഗ്നലുണ്ട്, ഇവിടെ ഫ്രീ റൈറ്റ് ഉണ്ട്. ഇതിന്റെ സൈഡിൽ നമുക്കറിയാം വളരെ അടുത്തടുത്തുള്ള ഡോട്ട്സ് ഇട്ടിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് മുന്നേ തന്നെ ആ ലൈനിലോട്ട് വരണം. അത് കഴിഞ്ഞ് സ്ട്രെയിറ്റ് ലൈൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും ഈ ലൈനിലോട്ട് മാറാൻ നിൽക്കരുത്. അപ്പോൾ ഇവിടെ സിഗ്നലിന്റെ അടുത്തൊരു പെഡസ്ട്രിയൻ വരുന്നു. ആ പെഡസ്ട്രിയന്റെ അവിടെ നമ്മൾ ജസ്റ്റ് നല്ലപോലെ നോക്കി വേണം നമ്മൾ തിരിയാനായിട്ട്. പെഡസ്ട്രിയൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിർത്തി കൊടുക്കണം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടിക്കാണ് ഇവിടെ പ്രാധാന്യം വരുന്നത്. അത് കാരണം ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ ആ വണ്ടിക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യണം. ഇനി ഈ ഒരു സിഗ്നലിൽ ഞാൻ ഇവിടെ നിന്ന് ലെഫ്റ്റ് ടേൺ എടുക്കാൻ പോവുകയാണ്. അപ്പം ഈ സിഗ്നലിൽ എങ്ങനെ ലെഫ്റ്റ് ടേൺ എടുക്കാം എന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി ഈ സിഗ്നലിൽ എത്തിയിട്ടുണ്ട്. റെഡ് ആണ് കിടക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. സിഗ്നൽ വീഴുന്നത് വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിങ്ങനെ സിഗ്നലിൽ കിടക്കുന്ന സമയത്ത് സിഗ്നലിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്നുള്ള ആ ഒരു വണ്ടി മൂവ് ചെയ്യുന്നത്, സോ നമുക്കറിയാൻ പറ്റും നമ്മുടെ മുന്നിൽ വണ്ടികളുണ്ടാവും. അപ്പോൾ ആ വണ്ടികൾക്ക് അനുസരിച്ച് നമ്മൾ ആ ഒരു സ്പീഡ് എടുത്ത് തന്നെ അവിടെ നിന്ന് മൂവ് ആവണം. ഇപ്പോൾ ഗ്രീനായി, ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിയുകയാണ്. നിങ്ങൾക്ക് കാണാം, നമ്മളിപ്പം ലെഫ്റ്റ് എടുക്കുകയാണ്. ലെഫ്റ്റ് എടുത്ത് അവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ആ ഏത് ലൈനാണ് നിൽക്കുന്നോ ആ ലൈനിൽ തന്നെ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് വന്ന റോഡിൽ അതേ ലൈനിൽ തന്നെ നമ്മൾ കയറണം. അതുപോലെ തന്നെ നമ്മൾക്ക് രണ്ട് സൈഡിലും ലൈനിൽ ഒരേ ഗ്യാപ്പ് ആയിരിക്കണം. മറ്റുള്ള ലൈനിൽ ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. സോ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ ആ ഒരു മൂവ്മെന്റ്, ആ ഒരു ടേണിങ് നമുക്ക് കറക്റ്റായിട്ട് വരില്ല, അത് മിസ്റ്റേക്ക് ആയിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് വണ്ടി സിഗ്നലിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത്, നമ്മൾ കുറേ അധികം സ്ലോ ആയി നമ്മുടെ ബേക്കിലുള്ള വാഹനങ്ങളൊക്കെ ഹോൺ അടിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ സ്പീഡ് കുറച്ച് വണ്ടി എടുക്കരുത്. അവിടെ നമ്മൾ പ്രോപ്പറായിട്ട് ആ ഒരു നമ്മുടെ മുന്നിലുള്ള വണ്ടി എടുത്ത് പോയ അതേ ഒരു സ്പീഡിൽ നമ്മൾ അവിടെ വണ്ടി എടുത്ത് വരേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ സിഗ്നലിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ ഈ ഗ്രീൻ കിടക്കി ചില സാഹചര്യങ്ങളിൽ നമ്മൾ വരുന്ന സമയത്ത് ഗ്രീൻ കിടക്കുകയായിരിക്കും. ഗ്രീൻ കിടക്കുകയാണെങ്കിലും നമ്മൾ വന്ന് ആ സിഗ്നലിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരു കുറച്ച് സ്ലോ ആക്കി രണ്ട് സൈഡ് നോക്കി, എപ്പോഴും സിഗ്നൽ വീണാലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ ഉള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കണം നമ്മൾ അവിടെ വരേണ്ടത്. ഇനി ഈ സിഗ്നലിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ റൈറ്റ് സൈഡിലോട്ട് റൈറ്റ് സൈഡ് ലൈൻ പിടിച്ച് നിൽക്കുകയാണ്. സോ ഈ റൈറ്റ് സൈഡ് ലൈനിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സ്ട്രെയിറ്റും പോവാം, അതുപോലെ തന്നെ റൈറ്റ് തിരിഞ്ഞ് ഫ്രീ ബെൻഡ് എടുത്ത് പോകാനും സാധിക്കും. അങ്ങനെയുള്ള ഒരു ലൈനാണ്. അപ്പം ഈ ലൈനിൽ നമ്മൾ നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ സിഗ്നൽ കാത്ത് നിൽക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആ ഒരു സിഗ്നൽ ഗ്രീൻ ആയാൽ നമുക്കൊരു ആ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരുപാട് സ്ലോ ആവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നമ്മൾ സിഗ്നലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഏത് സിഗ്നലാണ് ഇപ്പം ഗ്രീൻ കിടക്കുന്നത്. സോ എപ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ചാൻസ് വരുന്നത് എന്നുള്ളത് നമുക്ക് ആ സിഗ്നലിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ പിന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നതെന്ന് പറയുന്നത്, നമ്മളെ തൊട്ടടുത്തുള്ള സിഗ്നലിൽ തന്നെ ഒരു പെഡസ്ട്രിയൻ ഒരു ഗ്രീൻ ലൈറ്റ് ഉണ്ടാവും. സോ ആ ഒരു പെഡസ്ട്രിയൻ ലൈറ്റ് റെഡിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളുടെ സിഗ്നലും സാധാരണ ഗ്രീൻ ആവും. സോ ഇപ്പൊ നമുക്ക് ഗ്രീനായി. ഇപ്പൊ നമ്മൾ മറ്റേ വണ്ടി എടുത്ത് നമ്മൾ ഒരുപാട് സ്ലോ ആവാതെ തന്നെ ആ വണ്ടിയുടെ കൂടെ തന്നെ
നമ്മൾ വണ്ടി സ്പീഡിലെടുത്ത് പോകണം. ഇപ്പം ഇതിപ്പം റൈറ്റ് സൈഡ് ലൈൻ തന്നെ നമ്മൾ പിടിച്ചു പോയി കഴിഞ്ഞാൽ അറിയാം നമുക്ക് മുന്നോട്ടുള്ള വണ്ടി റൈറ്റിലോട്ട് തിരിയാനും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് സ്ലോ ആവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വരുമ്പോൾ നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സെൻറ്റർ മിറർ നോക്കണം, ലെഫ്റ്റ് സൈഡ് മിറർ, ഷോൾഡർ, എന്നിട്ട് സെൻറ്റർ മിറർ നോക്കി നമ്മൾ ലെഫ്റ്റ് സൈഡ് മിറർ നോക്കി ഇൻഡിക്കേറ്റർ ഇട്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് പെഡസ്ട്രിയൻ ഉണ്ട്. അപ്പോൾ പെഡസ്ട്രിയനൊക്കെ ചില സമയത്ത് പെട്ടെന്ന് റെഡ് ആവും. സോ അതിനുള്ള ഒരു സേഫ്റ്റി നമ്മൾ തീർച്ചയായിട്ടും പെഡസ്ട്രിയൻ്റെ ലൈറ്റ് ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ റൈറ്റ് സൈഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ സിഗ്നൽ ഗ്രീൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സമാധാനത്തിൽ ഇവിടെ വന്ന് നോക്കി നമ്മൾ സേഫായിട്ട് ആ ഗ്രീനിൽ തന്നെ മൂവ് ചെയ്ത് വന്നു. അപ്പം നിങ്ങളിവിടെ റെഡിൽ കിടന്ന സിഗ്നലും അതുപോലെ തന്നെ ഗ്രീനിൽ നമ്മൾ മൂവ് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് കണ്ടു. ഇവിടെ നമുക്ക് റൈറ്റ് ടേൺ ആണ്. റൈറ്റ് ടേണിൽ അറിയാം ഇവിടെ ഒരു പെഡസ്ട്രിയൻ ആണ്. സോ പെഡസ്ട്രിയൻ നമ്മൾ അവിടെ ഒന്ന് സ്ലോ ചെയ്ത് ശ്രദ്ധിച്ചിട്ട് എടുക്കണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികളൊക്കെ ഒരുപാട് റോഡിലോട്ട് വരാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ലെഫ്റ്റ് സൈഡ് ലൈനിലോട്ട് മാറിക്കൊള്ളണം. കാര്യം ആ സൈഡിൽ എപ്പോഴും നമുക്ക് മറ്റുള്ള വാഹനങ്ങൾ റോഡിലോട്ട് ഇറങ്ങിയോ ഒക്കെ ചെയ്യുന്നത് കാരണം നമുക്ക് തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡ് ലൈനാണ് നമുക്ക് സേഫ് ആയിട്ടുള്ള ലൈൻ. സോ ഇവിടെയും പെഡസ്ട്രിയൻ ഉണ്ട്. പെഡസ്ട്രിയൻ വരുമ്പോൾ നമ്മൾ ആ ഗ്രീൻ ലൈറ്റ് എപ്പോഴും ഗ്രീൻ ആണോ അത് റെഡ് ആവുമോ എന്നുള്ളത് ശ്രദ്ധിച്ച് വേണം നമ്മൾ പോകാനായിട്ട്. സോ ഇതൊക്കെയാണ് ഇപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ഇൻഫർമേഷൻസ് പറഞ്ഞു തരാനുള്ളത്. ഡ്രൈവ് ചെയ്യുന്നതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. A to Z ദുബൈ ഡ്രൈവിംഗ് ലൈസൻസ്. നന്ദി, നമസ്കാരം.